Good morning children. Welcome back to our English class. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ദ ലിറ്റിൽ ക്ലേ ഹട്ട് എന്നുള്ള ചാപ്റ്ററിലെ ഫസ്റ്റ് പാർട്ടാണ് നോക്കിയത്. കുറച്ച് ഭാഗങ്ങളിൽ നമ്മൾ കഥ മനസ്സിലാക്കി. ഇനി നമുക്കതിൻ്റെ സെക്കൻഡ് പാർട്ട് നോക്കാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറി ആയിരുന്നു അല്ലേ? അപ്പോൾ അതിൻ്റെ ബാക്കി എന്തായിരിക്കും എന്ന് നമുക്ക് നോക്കാം. By and by a rabbit came by and saw the pot. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അടുത്തത് ആരാ വരുന്നത്? ഒരു റാബിറ്റ് വന്നു, ആ പോട്ട് കണ്ടു. ഓ എ ലിറ്റിൽ ക്ലേ ഹട്ട് വിത്ത് എ വിൻഡോ, ഐ വണ്ടർ ഹൂ ലിവ്സ് ഹിയർ. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. റാബിറ്റ് വന്ന് നോക്കുന്നു, ഭംഗിയുള്ളൊരു ഹട്ട് കണ്ടു. സോ ചോദിക്കുകയാണ്, എനിക്ക് അത്ഭുതം തോന്നുന്നു, ഇത്രയും ഭംഗിയുള്ള വീട്. യോ ഹോ എനിവൺ ഇൻസൈഡ്? ഹിയർ വി ആർ. അപ്പോൾ അതിനകത്ത് ആരൊക്കെയാണ് ഓൾറെഡി ഉള്ളത്? ഹിയർ വി ആർ. Buzz first the fly, crunch munch the mouse, hop stop the frog, and who are you? ഞങ്ങൾ ഇത്രയും പേരുണ്ട്. ഇനി നീ ആരാണ്? ഫ്ലീറ്റ് ഫീറ്റ് ദ റാബിറ്റ്. അപ്പോൾ റാബിറ്റിൻ്റെ പേരെന്താണ്? ഫ്ലീറ്റ് ഫീറ്റ് ദ റാബിറ്റ്. വെൽ വൈ ഡോണ്ട് യു മൂവ് ഇൻ വിത്ത് us? അപ്പോൾ അവർ ചോദിക്കുകയാണ്, ഓക്കെ നിനക്ക് ഞങ്ങളുടെ കൂടെ താമസിച്ചൂടെ? സോ ദ റാബിറ്റ് ജംപ്ഡ് ഇൻ ആൻഡ് ദ ഫോർ മെയ്ഡ് ദ പോട്ട് ദെയർ ഹോം. അങ്ങനെ റാബിറ്റും കൂടെ ഇവരുടെ കൂടെ കൂടി 4 പേരും കൂടെ അവിടെ ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങി. ഇനി ആരാ വരുന്നത് നോക്കൂ. ആഫ്റ്റർ എ വൈൽ എ ഫോക്സ് കെയിം റണ്ണിങ് അപ്പ് ആൻഡ് സോ ദ ഹട്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഫോക്സ് ചാടി ചാടി ഓടി ഓടി വരികയാണ്. ഓ എ ലിറ്റിൽ ക്ലേ ഹട്ട് വിത്ത് എ വിൻഡോ, ഐ വണ്ടർ ഹൂ ലിവ്സ് ഹിയർ. യോ ഹോ എനിവൺ ഇൻസൈഡ്? അപ്പോൾ അവിടെ ആരൊക്കെയാണ് ഉള്ളത്? ഹിയർ വി ആർ. ബസ് ഫസ്റ്റ് ദ ഫ്ലൈ, crunch munch the mouse, hop stop the frog, and fleet feet the rabbit. And who are you? അപ്പോൾ നമ്മുടെ ഫോക്സിൻ്റെ പേരെന്താണ്? ഫ്ലഫി ഹഫി ദ ഫോക്സ്. വെൽ വൈ ഡോണ്ട് യു മൂവ് ഇൻ വിത്ത് us? സോ ദ ഫോക്സ് trotted in and the 5 made the pot their home. അങ്ങനെ 5 പേരും കൂടെ ആ വീട് അവരുടെ സ്വന്തം വീടാക്കി. അങ്ങനെ 5 പേരും ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങി. കഴിഞ്ഞോ? ഇല്ല, ഇനി ആൾ വരുന്നുണ്ടല്ലേ. അടുത്തത് ആഫ്റ്റർ എ വൈൽ എ വോൾഫ് കെയിം സ്ട്രോളിംഗ് ബൈ ആൻഡ് സോ ദ ഹട്ട്. ഓ എ ലിറ്റിൽ ക്ലേ ഹട്ട് വിത്ത് എ വിൻഡോ, ഐ വണ്ടർ ഹൂ ലിവ്സ് ഹിയർ. യോ ഹോ എനിവൺ ഇൻസൈഡ്? ഹിയർ വി ആർ. ബസ് ഫസ്റ്റ് ദ ഫ്ലൈ, ക്രഞ്ച് മഞ്ച് ദ മൗസ്, ഹോപ്പ് സ്റ്റോപ്പ് ദ ഫ്രോഗ്, ഫ്ലീറ്റ് ഫീറ്റ് ദ റാബിറ്റ്, ആൻഡ് ഫ്ലഫി ഹഫി ദ ഫോക്സ്. ആൻഡ് ഹൂ ആർ യു? നീ ആരാണത്? ഹൗളി പ്രൗളി ദ വോൾഫ്. ആരാണ്? വോൾഫിൻ്റെ പേരെന്താണ്? ഹൗളി പ്രൗളി ദ വോൾഫ്. വെൽ വൈ ഡോണ്ട് യു മൂവ് ഇൻ വിത്ത് us? സോ ദ വോൾഫ് സ്ക്വീസ്ഡ് ഇൻ ആൻഡ് ദ 6 മെയ്ഡ് ദ പോട്ട് ദെയർ ഹോം ആൻഡ് ലീവ് ദെയർ ഹാപ്പിലി. അങ്ങനെ 6 പേര് ഒരുമിച്ച് അവിടെ ഹാപ്പി ആയിട്ട് താമസിച്ചു. ഇനിയാണ് നമ്മുടെ സ്റ്റോറിയിലെ ട്വിസ്റ്റ്. ഇതുവരെ വന്നവരൊക്കെ അവർ ഫ്രണ്ട്സായി അവിടെ ഹാപ്പി ആയിട്ട് താമസിച്ചു. ഇനി വരുന്നത് ആരാ? വൺ ഡേ എ ബിയർ കെയിം റണ്ണിങ് അപ്പ് ആൻഡ് സോ ദ പോട്ട്. ഒരു ദിവസം ബിയർ വരാണ്, വന്ന് പോട്ട് കാണുകയാണ്. ഹീ സ്റ്റോപ്ഡ് ആൻഡ് ആസ്ക്ഡ്, യോ ഹോ എനിവൺ ഇൻസൈഡ്? അവിടെ വന്നൊന്ന് ചോദിക്കുകയാണ്, ആരെങ്കിലും അകത്തുണ്ടോ? ഹിയർ വി ആർ. ബസ് ഫസ്റ്റ് ദ ഫ്ലൈ, ക്രഞ്ച് മഞ്ച് ദ മൗസ്, ഹോപ്പ് സ്റ്റോപ്പ് ദ ഫ്രോഗ്, ഫ്ലീറ്റ് ഫീറ്റ് ദ റാബിറ്റ്, ഫ്ലഫി ഹഫി ദ ഫോക്സ്, ആൻഡ് ഹൗളി പ്രൗളി ദ വോൾഫ്. ആൻഡ് ഹൂ ആർ യു? അവിടെ ഇപ്പോൾ ഓൾറെഡി 6 പേരുണ്ട്. അവർ 6 പേരും അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇനി ബിയറിനോട് ചോദിക്കുകയാണ്, ഹൂ ആർ യു? ഐ ആം ഗംബ്ലി ഗ്രംബ്ലി ദ ബിയർ. ബിയറുടെ പേരെന്താണ്? ഗംബ്ലി ഗ്രംബ്ലി ദ ബിയർ. യു നോ മീ? ഇഫ് ഐ ഹോൾഡ് യു ഫാസ്റ്റ് യു വിൽ ബ്രീത്ത് യുവർ ലാസ്റ്റ്. നിനക്കെന്നെ അറിയോ? ഞാനിങ്ങനെ ഒന്ന് ഞെക്കി പിടിച്ചു കഴിഞ്ഞാൽ നിൻ്റെ ശ്വാസം പോവും. ഞാൻ അത്രയ്ക്കും സ്ട്രോങ് ആണ്. ബിയർ ഭയങ്കര ദേഷ്യത്തിൽ അവരോട് ആംഗ്രി ആയിട്ട് തന്നെ പറയാണ്, യു നോ മീ? നിനക്കെന്നെ അറിയോ? ഇഫ് ഐ ഹോൾഡ് യു ഫാസ്റ്റ്, ഞാൻ നിന്നെ ഒന്ന് നന്നായിട്ട് മുറുക്കി പിടിച്ചു കഴിഞ്ഞാൽ യു വിൽ ബ്രീത്ത് യുവർ ലാസ്റ്റ്, അത് നിൻ്റെ ശ്വാസം അവസാനമായിരിക്കും. ഹാ ഹാ ഹാ, ദ ഫ്രണ്ട്സ് ഇൻസൈഡ് ദ ലിറ്റിൽ ക്ലേ ഹട്ട് ലാഫ്ഡ്. അപ്പോൾ ഈ ഹട്ടിനകത്തിരിക്കുന്ന ഫ്രണ്ട്സ് എല്ലാവരും ചിരിക്കുകയാണ്. വൈ ആർ യു ലാഫിങ്? ഐ വിൽ സ്മാഷ് യുവർ ഹട്ട്. അപ്പോൾ ബിയറിന് ഒന്നുകൂടെ ദേഷ്യം വന്നു. നിങ്ങൾ എന്തിനാണ് ചിരിക്കുന്നത്? ഞാൻ നോക്കിക്കോ, ഇപ്പം നിങ്ങളുടെ ഇതിനെ പൊളിച്ചെടുക്കും എന്ന് പറഞ്ഞിട്ട് ബിയർ എന്താ ചെയ്യുന്നത്? ദ ബിയർ സെഡ് ആൻഡ് ഹീ സാറ്റ് ഓൺ ദ പോട്ട് ബട്ട് ദ പോട്ട് ഡിഡ് നോട്ട് ബ്രേക്ക്. അപ്പോൾ ബിയർ നല്ല വലുതാണല്ലേ. അപ്പോൾ ബിയർ ആ പോട്ടിന് മുകളിൽ കയറി ഇരിക്കുകയാണ്. ഞാനിപ്പോൾ ഇതിനെ തവിട് പൊടിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ കയറി ഇരിക്കുകയാണ്.
പക്ഷെ പോട്ട് എന്തായില്ല, ബ്രേക്ക് ആയില്ല, പൊട്ടിയില്ല. ഐ വിൽ ഡിസ്ട്രോയ് യുവർ ഹട്ട്. അപ്പോൾ ഒന്നുകൂടി ദേഷ്യം വന്നു. അപ്പോൾ ഞാൻ എന്തായാലും ഇതിനെ പൊളിക്കുന്നു പറഞ്ഞിട്ട് ബിയർ പ്ലാൻ ചെയ്തിട്ട് ദെൻ ദ ബിയർ ട്രൈഡ് ടു കിക്ക് ഓഫ് ദ പോട്ട്. ബിയർ എന്താണ്, കാലുകൊണ്ട് ഒറ്റ തൊഴി കൊടുക്കുകയാണ്. നത്തിങ് ഹാപ്പൻഡ്, ഓൺലി ഹിസ് ലെഗ്സ് ടിങ്കിൾ വിത്ത് പെയിൻ. ബിയർ കാലുകൊണ്ട് ഒറ്റ തൊഴി കൊടുത്തു, പക്ഷേ നമ്മുടെ പോട്ടിന് എന്ത് സംഭവിച്ചില്ല, ഒന്നും സംഭവിച്ചില്ല. പകരം ആർക്കാ സംഭവിച്ചത്, ബിയറിനായിരുന്നു. ബിയർ വേദന കൊണ്ട് പുളയായിരുന്നു, കാല് തട്ടിയപ്പോൾ അതിൻ്റെ വേദന കൊണ്ട് കഷ്ടപ്പെടുകയായിരുന്നു. അപ്പോൾ ബിയറിന് വേദനിച്ചു എന്നല്ലാതെ നമ്മുടെ ക്ലേ ഹട്ടിന് ഒന്നും സംഭവിച്ചില്ല. The house did not break. Dear grumbly grumbly bear, you can't break this house because it is made of love. The friends laughed and said, and the bear went back to the forest. ഇത്രയും പറഞ്ഞ് അപ്പോൾ ഫ്രണ്ട്സ് എന്താ പറയുന്നത്, ഡിയർ ബിയർ, ഗംബ്ലി ഗ്രംബ്ലി ദ ബിയർ, നിനക്ക് ഈ ഹട്ട് പൊളിക്കാൻ സാധിക്കില്ല. ബിക്കോസ് ഞങ്ങളിത് ബിൽഡ് ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണ്, സ്നേഹം കൊണ്ടാണ്. ഞങ്ങളിത് സ്നേഹം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അത്ര പെട്ടെന്നൊന്നും നിനക്കിത് പൊളിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത്രയും പറഞ്ഞപ്പോൾ ബിയറിന് എന്തായി, നാണക്കേടായിട്ട് ബിയർ കാട്ടിലേക്ക് ഓടി. ബസ് ഫസ്റ്റ് ദ ഫ്ലൈ, ക്രഞ്ച് മഞ്ച് ദ മൗസ്, ഹോപ്പ് സ്റ്റോപ്പ് ദ ഫ്രോഗ്, ഫ്ലീറ്റ് ഫീറ്റ് ദ റാബിറ്റ്, Fluffy Huffy the fox and Howly Prowly the wolf lived in that clay hut for many years, dancing and singing, chatting and playing. അങ്ങനെ അവർ ഒരുപാട് കാലങ്ങൾ അവിടെ കളിച്ചും ചിരിച്ചും എല്ലാം ഡാൻസ് ചെയ്തും പാട്ട് പാടിയുമൊക്കെ നല്ല സന്തോഷത്തിൽ അവിടെ ജീവിച്ചു. അപ്പോൾ നമ്മുടെ സ്റ്റോറി ഇഷ്ടമായോ? സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായി കാണും. നമുക്കിതിൻ്റെ ആക്ടിവിറ്റീസ് എല്ലാം നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. ഈ സ്റ്റോറി നമുക്കൊരു ഡ്രാമ പോലെ ക്രിയേറ്റ് ചെയ്ത് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. സോ താങ്ക് യു. കീപ് വാച്ചിങ് ദ ക്ലാസ്. സീ യു നൗ നെക്സ്റ്റ് ക്ലാസ്.